അപ്പൊ അതിന് ആക്ട് ചെയ്തപ്പോഴുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമോ? അല്ല, ഓരോരുത്തർക്കും കരിയറിൽ ബ്രേക്ക് എന്ന് പറഞ്ഞ സംഭവം ഒരു വട്ടം നടക്കാറുള്ളൂ. എൻ്റെ ഭാഗ്യം എന്നാണെങ്കിൽ പറയാം, എൻ്റെ ആദ്യ പടം തന്നെ എൻ്റെ ബ്രേക്ക് ആയിരുന്നു ഇൻഡസ്ട്രിയിലോട്ട്. സോ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. ജാനു എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഇപ്പോഴും 5-6 വർഷമായി, എന്നിട്ടും അത്ര സ്പെഷ്യലായിട്ട് പലവരും ഇപ്പോഴും എന്നോട് സംസാരിക്കാറുണ്ട്. പേരെന്താ? അനശ്വര. അനശ്വര ഇപ്പം എന്നോട് ചോദിക്കുന്ന പോലെ തന്നെ 96 എന്ന് പറഞ്ഞൊരു സിനിമ അത്രയും പേഴ്സണലായിട്ട് പലവർക്കും ഫീൽ ചെയ്യാൻ പറ്റി. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാവർക്കും ഒരു ഫസ്റ്റ് ലവ് ഉണ്ടായിട്ടില്ലേ? പിന്നെ അതൊക്കെ തന്നെ. അപ്പോൾ എനിക്ക് തോന്നുന്നു ആ സിനിമയുടെ എക്സ്പീരിയൻസ് എനിക്ക് സത്യം പറഞ്ഞാൽ വലിയ ഐഡിയ ഇല്ലായിരുന്നു. എനിക്ക് എന്താണ് ചെയ്തത്, അങ്ങനെ ഇപ്പോൾ പലവരും എങ്ങനെ അത് അഭിനയിച്ചു എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ അറിഞ്ഞുകൂടാ. എന്നും സ്കൂളിൽ പോകുന്ന പോലെ മുടി കെട്ടി ഒരു വലിയ വണ്ടിയിൽ പോകുന്നു, സ്കൂളിൽ പോകുന്നു, വൈകിട്ട് തിരിച്ചു വരുന്നു. അതൊരു 10-15-20 ദിവസം ചെയ്തു. പക്ഷെ അത് എൻ്റെ ജീവിതം മാറി. അപ്പോൾ ഇറ്റ്സ് എ വെരി സ്പെഷ്യൽ മൂവി. എന്നും ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്ന ഒരു സിനിമയാണ്, ഒരു ക്യാരക്ടറാണ്. ശരി, ഇറ്റ്സ് ലൈക്ക് വൺസ് ഇൻ എ ലൈഫ് ടൈം. താങ്ക് യു. ഇനി അടുത്ത ആർക്കെങ്കിലും ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഭഗതേനോട് ചോദിക്കാണ്. ചേട്ടന് മറ്റേ മലർവാടി ആർട്സ് ക്ലബ്ബ് അതുപോലെ തട്ടത്തേമുറ സിനിമകളൊക്കെ അഭിനയിച്ചില്ലേ? അപ്പോൾ അടുത്ത എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്കൊന്ന് ഷെയർ ചെയ്യും. അത് വിനീതന്റെ പടത്തിലാണ് ഞാൻ ആദ്യമായിട്ട് വരുന്നത് മലർവാടി. അവിടുന്ന് പിന്നെ ഒരു കുടുംബം, ഇപ്പം നേരത്തെ ശബരി പറഞ്ഞ പോലെ നമുക്ക് ഫ്രണ്ട്സാണ് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും എല്ലാ കാര്യങ്ങളിലും എപ്പോഴും എൻ്റെ കൂടെ നിന്നിട്ടുള്ളത്. അമാര് കാരണമാണ് ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇനി അങ്ങോട്ടും എൻ്റെ ലൈഫ് ലോങ് അവരുണ്ടാവുന്നുള്ള വിശ്വാസത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്താണ് ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ്, അത് വലിയൊരു ഭാഗ്യം. നിവിൻ ചേട്ടനുമായിട്ടുള്ള ആ ഒരു ബോണ്ടിങ് എങ്ങനെയായിരുന്നു? അതിൻ്റെ നിവിനുമായിട്ട് ഞാൻ ഒരുമിച്ച് പഠിച്ചിട്ടില്ല നിവിനായിട്ട് ആ സമയത്ത്. പക്ഷെ നിവിനൊക്കെ ആ സമയത്ത് നിവിൻ്റെ ആലോചിക്കാനാണെങ്കിൽ നിവിനായിട്ട് ഭയങ്കര എന്താ പറയുക, അന്ന് തുടങ്ങി ഇന്ന് വരെ നല്ല സൗഹൃദത്തിലാണ്, കുഴപ്പങ്ങളൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.